14 ലോകമെമ്പാടും പ്രണയിതാക്കൾ വാലന്റൈൻസ് ഡേ ആഘോഷിക്കും. പ്രണയിക്കുന്നവർക്ക് മാത്രമല്ല, കുറെ കാലമായി നമ്മൾ ഒരാളോട് പറയാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ ഇതുവരെ പറയാത്ത ഇഷ്ടമുണ്ടെങ്കിലും ഈ ദിവസം നമ്മൾക്ക് ഓപ്പണായി പറയാം. എന്നാലും പക്ഷെ എങ്ങനെ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആയി? അതിന് പിന്നിലും ഒരു കഥയുണ്ട്. 3-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായിരുന്ന ക്ലോഡിയസ് രണ്ടാമൻ റോം ഭരിച്ചിരുന്ന കാലം. വാലന്റൈൻ എന്നൊരാളായിരുന്നു കത്തോലിക്ക സഭയുടെ ആ സമയത്ത് ബിഷപ്പ്. വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്തയല്ലാതെ യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നില്ല എന്നും ചക്രവർത്തിക്ക് തോന്നി. അതിനാൽ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു. പക്ഷെ ബിഷപ്പ് വാലന്റൈൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തിക്കൊടുക്കാൻ തുടങ്ങി. ഇതറിഞ്ഞ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിലടച്ചു. ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ മകളുമായി സ്നേഹത്തിലായി. അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈൻ്റെ തല വെട്ടാൻ ആജ്ഞ നൽകി. തല വെട്ടാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതിയ ഒരു കുറിപ്പ് വെച്ചു. അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈൻ്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി 14 വാലന്റൈൻ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. ഫെബ്രുവരി 14 7 ദിവസം മുന്നേ വാലന്റൈൻ വീക്ക് ആരംഭിക്കും. ഈ വീക്കിലെ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. റോസ് ഡേ, പ്രപ്പോസ് ഡേ, ചോക്ലേറ്റ് ഡേ, ടെഡി ഡേ, പ്രോമിസ് ഡേ, കിസ് ഡേ, ഹഗ് ഡേ എന്നിങ്ങനെയാണ് ആഘോഷ ദിനങ്ങൾ. ഫെബ്രുവരി 7 റോസ് ഡേയിലാണ് തുടക്കം. ഫെബ്രുവരി 11 പ്രോമിസ് ഡേ, ഫെബ്രുവരി 13 കിസ് ഡേ, ബിഗ് ഡേ ആയ ഫെബ്രുവരി 14 വാലന്റൈൻ ഡേ. കേവലം ഒരു പ്രണയദിനം എന്നതിലുപരി ഈ ദിവസത്തിന് പിന്നിൽ ഇത്ര വലിയ കഥകളും കഥാപാത്രങ്ങളും ഉണ്ടെന്ന് നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം ഹാപ്പി വാലന്റൈൻസ് ഡേ.